എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നൊരു വെറൈറ്റി പുട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ക്യാരറ്റ് മസാല പുട്ട്. ഒരുപാട് റെസിപ്പീസ് വിവിധ തരങ്ങളിലുള്ളതും ക്യൂസീൻസിൻ്റെയും റെസിപ്പീസ് ഓൾറെഡി ചാനലിലുണ്ട്. സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് മസാല പുട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ വെജിറ്റബിൾ ചേർത്ത് പുട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുട്ട് തന്നെ എന്ന് പറയുന്ന ഷുഗറാണ്. അൺലെസ് ഇറ്റ് ഈസ് റാഗി, പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഫൈബർ കുറവുള്ളതാണ്. നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ് വേണ്ടത്. അതല്ലെങ്കിൽ പുട്ട് സെറ്റ് ആവത്തില്ല. കുട്ടികളെയൊക്കെ വെജിറ്റബിൾ കഴിപ്പിക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഈസിയാണ്, കഴിച്ചോളുകയും ചെയ്യും, ആരോഗ്യത്തിനും നല്ലതാണ്. ക്യാരറ്റിനൊരു മധുരമാണല്ലോ, അതുകൊണ്ട് നമ്മൾ അല്പം പൊടിയായിട്ടരിഞ്ഞ പച്ചമുളക്, ഉപ്പ്. അപ്പോൾ ഉപ്പും എരിയുമേ പ്രധാനമായിട്ട് ചേർക്കുന്നുള്ളൂ ഇതിനകത്ത്, മസാലയൊന്നും അല്ലാതെ നമ്മൾ ഇറച്ചിക്കൂട്ടൊന്നും ചേർക്കുന്നില്ല. മസാല പുട്ടെന്നും പറഞ്ഞ് ഈ ഉപ്പും പച്ചമുളകും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. ക്യാരറ്റിനകത്ത് വെള്ളം എല്ലാം കൂടി ഇനി പുറത്തിറങ്ങുകയും ചെയ്യും. 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റഡ് ആയിട്ടുള്ളതിനാണ് ഞാനിപ്പം പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റായിട്ടൊരളവ് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ ഒരു 1-1.5 കപ്പ് പൊടിയായിരിക്കും വേണ്ടത്. അതിലേക്ക് പൊടിയിടാം. പൊടിയിട്ടതിന് ശേഷം അത് ക്യാരറ്റുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ വെള്ളം അധികമായിപ്പോവും. അല്ലെങ്കിൽ പിന്നെയും പൊടിയിട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ പണ്ട് കുരങ്ങപ്പം കടിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ ആദ്യമേ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പം 1.5 കപ്പ് പൊടിയാണ് ഇട്ടത്. പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം, ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ ടേബിൾ സ്പൂൺ കണക്ക് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നോക്കണം പുട്ടിൻ്റെ പരുവമായോ ഒന്ന്. ഒന്നിച്ചങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. സൈറ്റിന് പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കി കൊടുക്കുക. വിറ്റമിൻ എ ഒരുപാടുള്ള വെജിറ്റബിളാണ് ക്യാരറ്റ്. റെസിപ്പീസൊക്കെ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കുറച്ച് കഴിച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചാൽ ഇത് സെറ്റായി ഇങ്ങനെ ക്രംബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രംബിൾഡായിട്ട് പോകണം. അതാണ് പുട്ടിൻ്റെ പരുവം. അപ്പോൾ ഇതിനെയും പുട്ടുകുടം വെള്ളം തിളയ്ക്കുന്ന സമയം വരെ ഒന്നിരുന്നോട്ടെ. അപ്പോഴത്തേനും ബാക്കിയും കൂടെ അത് കുതിർന്നോളൂ. നമുക്ക് ഇച്ചിരി പൊടിയായിട്ട് അരിഞ്ഞ കറി ലീവ്സും കൂടെ ഇടാം. കറിവേപ്പില അത് പൊടിയായിട്ട് അരിയണം. അപ്പോൾ ഈ പച്ചമുളകും ഈ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ ആ മധുരം കുറച്ചങ്ങ് മാറുകയും ചെയ്യും. ഫ്രഷ് കറി ലീവ്സിൻ്റെ മണവും വരും. പുട്ടുപൊടി എപ്പോഴും നനച്ച് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും അത് അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ അങ്ങ് ഡ്രൈ ആയി പോകും. അതിൻ്റെ അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത് മുട്ട റോസ്റ്റാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ്. ഇത് ഞാൻ പക്ഷേ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ മുട്ട റോസ്റ്റ് അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പഴമൊക്കെ കഴിക്കാം, പക്ഷേ അത് പ്രോട്ടീനൊന്നും ഇല്ലല്ലോ അതിനകത്ത്. പിന്നെയും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും ഒക്കെ അല്ലേ. പുട്ടുകുടം വെച്ചതിന് ശേഷം ഇങ്ങനെ ആവി പോകുമ്പോഴേ നന്നായിട്ട് പുട്ടുകുടം ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്ത് പുട്ടുപൊടി നിറയ്ക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം തേങ്ങ, പിന്നെ പുട്ടുപൊടി, പിന്നെ തേങ്ങ, പിന്നെ പുട്ടുപൊടി, പിന്നെ തേങ്ങ. കട്ട വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചുടച്ച് വേണം പൊടിയിടാൻ. പ്രത്യേകിച്ച് നമ്മൾ ഈ വെജിറ്റബിൾ മിക്സ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ കട്ട ഉണ്ടാവാം. പൊടിയിടാം. അപ്പോൾ ഞാൻ പുട്ടുകുടം അതിൽ വെച്ചു. ആവി വരട്ടെ. ആവി വന്നു കഴിഞ്ഞാൽ പുട്ട് റെഡിയാവും. ആവി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡെങ്കിലും നന്നായിട്ട് ആവി വരണം, എങ്കിലേ പുട്ട് വേവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുട്ടുണ്ടാക്കുന്ന ഭാഗം. പക്ഷേ ഈ ബാക്കിയുള്ള പുട്ടുപൊടി ഇങ്ങനെ തുറന്ന് വയ്ക്കാതെ എപ്പോഴും അതിങ്ങനെ അടച്ചു വെച്ചേക്കണം. അതല്ലെങ്കിൽ പുട്ടുപൊടി അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ സെറ്റ് ആവത്തില്ല. ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 10-30 സെക്കൻഡായിട്ട് നന്നായിട്ട് ആവി വരികയാണ്. അപ്പോൾ നമുക്കിനി പുട്ടിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വയംഭൻ പുട്ട്, ക്യാരറ്റ് പുട്ട് റെഡിയാണ്. അങ്ങനെ ബാക്കിയെല്ലാം നമ്മളങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.